ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു. കൊല്ലം ചടയമംഗലത്തെ ജ്വല്ലറിയിൽ മോഷണ ശ്രമം നടത്തിയ യുവാവിനെയും പെൺസുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമങ്ങാട് സ്വദേശിയായ സുജിത്ത്, പാലോട് സ്വദേശിനി സ്നേഹ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പോരേടം ചടയമംഗലം റോഡിലുള്ള ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജനെത്തിയ പ്രതികൾ സ്വർണ്ണമാല കവരാൻ ശ്രമിക്കുകയും ജീവനക്കാർക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് സ്കൂട്ടിയിൽ രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ചടയമംഗലം പോലീസ് പ്രതികളെ പിടികൂടുകയുമായിരുന്നു. 19/7/2024 അതായത് മെനഞ്ഞാന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോരേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേന കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ, പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട്, അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കളഞ്ഞായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അന്വേഷണത്തിൽ 2 ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള 2 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു സ്ത്രീയാണ്, മറ്റത് പുരുഷനാണ്. ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ്. തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു. അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഒരിടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ്. അവിടെ ആൾ കുറവായിരുന്നു, ഒരല്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ്, അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രതികൾക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് മോഷണത്തിലേക്ക് ഇറങ്ങുവാൻ കാരണമായതെന്നും പറയുന്നു. അറസ്റ്റിലായ പ്രതികളെ ചടയമംഗലത്തെ ജ്വല്ലറിയിലും നെടുമങ്ങാടും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡയറി കേരളം, ചടയമംഗലം.